ഹായ് ഹലോ വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾസ് ആണ്. സോ നമ്മൾ സിലബസ് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, യൂണിറ്റ് 1 വരുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് വേരിയബിൾസ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വേരിയബിൾസ് ആണ്. വേരിയബിൾസ് കഴിഞ്ഞിട്ട് നമുക്ക് കോൺസ്റ്റൻസിനെ കുറിച്ച് പഠിക്കാം. സോ നമുക്ക് നോക്കാം എന്താണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. A variable is a quantity whose value can change and is capable of taking different numerical values within a given economic model or analysis. എന്താണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത്? ഒരു ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ, അതാണ് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഹൂസ് വാല്യൂ ക്യാൻ ചേഞ്ച്, അതിൻ്റെ വാല്യൂ ചില ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഈസ് ക്യാപ്പബിൾ ഓഫ് ടേക്കിംഗ് ഡിഫറെൻറ്റ് ന്യൂമറിക്കൽ വാല്യൂസ്. എക്സ് എന്താവാം? 1 ആവാം, 2 ആവാം, 3 ആവാം. ഡിഫറെൻറ്റ് ന്യൂമറിക്കൽ വാല്യൂസ് അതിന് മാറ്റാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് വിത്തിൻ എക്കണോമിക് മോഡൽ ഓർ അനാലിസിസ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ആ റിലേഷൻഷിപ്പാണ് നമ്മുടെ എക്കണോമിക് മോഡൽ. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ പ്രൈസ് കൂടും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പെന്നാണ് വാങ്ങിക്കുന്നത്. ഒരു പെന്നിന് 5 രൂപ, 2 പെന്നാകുമ്പോൾ അതെന്താവും? 10 രൂപയാവും. അപ്പോൾ അതിനെന്തുണ്ട്? ന്യൂമറിക്കൽ വാല്യൂ അതിന് എടുക്കാനുള്ള കഴിവുണ്ട്. എക്സ് ആണ് ഇപ്പോൾ നമ്മുടെ പെന്നിൻ്റെ ഒരു പ്രൈസ് എന്ന് നോക്കുക. നമ്മൾ ഒരു പെന്ന് വാങ്ങിക്കുമ്പോൾ എക്സ് എന്താവും? 5 ആവും. 2 പെന്ന് വാങ്ങുമ്പോൾ എക്സ് എന്താവും? 10 ആവും. സോ എക്സ് ആണ് നമ്മുടെ ക്വാണ്ടിറ്റി. അതിന് എന്തിനുള്ള കഴിവുണ്ട്? ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ന്യൂമറിക്കൽ വാല്യൂസ് ടേക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. എവിടെയാണ് ഇതിൽ നടക്കുന്നത്? വിത്തിൻ ആൻ എക്കണോമിക് മോഡൽ ഓർ ആൻ എക്കണോമിക് അനാലിസിസ്. സോ വാട്ട് ഈസ് എ വേരിയബിൾ? എ വേരിയബിൾ ഈസ് എ ക്വാണ്ടിറ്റി ഹൂസ് വാല്യൂ ക്യാൻ ചേഞ്ച് and is capable of taking different numerical values within a given economic model or analysis. Variables represent economic magnitude that respond to changes in other factors. അപ്പോൾ എന്ത് ചെയ്യാം? വേരിയബിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ പെന്നിൻ്റെ പ്രൈസ് നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് മാത്രമല്ല, ഇപ്പോൾ പെണ്ണ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇങ്ക് വേണം. ഇങ്കിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? പെന്നിൻ്റെ പ്രൈസും കൂടാം. അപ്പോൾ ഇത് മാത്രമല്ല, ആ റിലേഷൻഷിപ്പിലുള്ള വേരിയബിൾസ് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സിൽ ചേഞ്ചസ് ഉണ്ടായാലും എന്ത് സംഭവിക്കാം? വേരിയബിൾസിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് സംഭവിക്കാം. വേരിയബിൾസ് റെപ്രസെൻറ്റ് എക്കണോമിക് മാഗ്നിറ്റ്യൂഡ്സ് ദാറ്റ് റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ അതർ ഫാക്ടേഴ്സ്. വേരിയബിൾസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ എക്കണോമിക്സ് ഇൻക്ലൂഡ് പ്രൈസ്, പ്രോഫിറ്റ്, റവന്യൂ, കോസ്റ്റ്, നാഷണൽ ഇൻകം, കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇമ്പോർട്ട്സ്, എക്സ്പോർട്ട്സ്. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എക്കണോമിക്സിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? പ്രൈസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, റവന്യൂ ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, നാഷണൽ ഇൻകം ഉണ്ട്, കൺസംഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ എക്സ്പോർട്ട്, ഇമ്പോർട്ടൊക്കെ നമ്മൾ ജനറലി എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസാണ്. Since each variable can assume various values, it must be represented by a symbol instead of a specific number. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പെന്നിൻ്റെ പ്രൈസിൽ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഈ വേരിയബിളിന് എന്തിനുള്ള കഴിവുണ്ട്? ഡിഫറെൻറ്റ് വാല്യൂസ് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊരു ജനറൽ ടേം ആയിട്ട് ഒരു സിമ്പൽ കൊടുത്താണ് എപ്പോഴും അതിനെന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫൈ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് എ സ്പെസിഫിക് നമ്പർ. ഒരു നമ്പർ നമുക്കതിന് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അതെന്താ നമ്പർ കൊടുക്കാൻ കഴിയാത്ത? ഓരോരോ സിറ്റുവേഷനിലും അതിൻ്റെ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സിമ്പൽ വെച്ച് എന്ത് ചെയ്യും? അതിനെ ഡിനോട്ട് ചെയ്യും. പ്രൈസിന് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും? പി വെച്ചാണ്. നമ്മൾ പ്രൈസിന് കൊടുക്കുന്ന സിമ്പൽ പി ആണ്. പ്രോഫിറ്റിന് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ പൈ ആണ്. കോസ്റ്റിന് നമ്മൾ സി കൊടുക്കും. അതുപോലെ എന്തുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ഐ കൊടുക്കും. നാഷണൽ ഇൻകത്തിന് വൈ കൊടുക്കും. റവന്യൂക്ക് 6 കൊടുക്കും. കൺസംഷന് നമ്മൾ സി കൊടുക്കും. പിന്നെ എന്താ ഉള്ളത്? ഇമ്പോർട്ടുണ്ട്, എക്സ്പോർട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ സിമ്പിൾസ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും? സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്ത സിമ്പിൾസ്? പ്രൈസിന് പി കൊടുക്കും, ഇൻവെസ്റ്റ്മെൻറ്റിന് ഐ കൊടുക്കും, പ്രോഫിറ്റിന് പൈ കൊടുക്കും, റവന്യൂക്ക് 6 കൊടുക്കും, കോസ്റ്റിന് സി കൊടുക്കും, നാഷണൽ ഇൻകത്തിന് നമ്മൾ എന്ത് കൊടുക്കും? വൈ കൊടുക്കും.
അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. വേരിയബിൾ എന്താണ്? അതൊരു ക്വാണ്ടിറ്റിയാണ് ഹൂസ് വാല്യൂ ക്യാൻ ചേഞ്ച് ആൻഡ് ഈസ് ക്യാപ്പബിൾ ഓഫ് ടേക്കിംഗ് ഡിഫറെൻറ്റ് ന്യൂമറിക്കൽ വാല്യൂസ് വിത്തിൻ എ ഗിവൺ എക്കണോമിക് മോഡൽ ഓർ അനാലിസിസ്. ഇനി വേറെ എന്ത് നമ്മൾ പറഞ്ഞു? വേരിയബിൾസിൻ്റെ വേറൊരു ഫീച്ചറാണ് ബാക്കിയുള്ള ഫാക്ടേഴ്സിലെ ചേഞ്ചിന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു എക്കണോമിക് മാഗ്നിറ്റ്യൂഡായിട്ട് നമ്മൾ എന്ത് കാണും? വേരിയബിളിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. സോ വേരിയബിൾസ് റെപ്രസെൻറ്റ് എക്കണോമിക് മാഗ്നിറ്റ്യൂഡ്സ് ദാറ്റ് റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ അതർ ഫാക്ടേഴ്സ്. വേരിയബിൾസ് frequently used in economics include price, profit, revenue, cost, national income, consumption, investment, imports and exports. പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ വേരിയബിളിനും ഡിഫറെൻറ്റ് വാല്യൂ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ജനറൽ സിമ്പിൾ യൂസ് ചെയ്ത് നമ്മളതിനെ ഡിനോട്ട് ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് എ സ്പെസിഫിക് നമ്പർ. പിന്നെ ഏതൊക്കെയാണ് ആ സിമ്പിൾസ് എന്നും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണ്. വേരിയബിൾസ് പലതരം വേരിയബിൾസ് ഉണ്ട്. നമ്മുടെ സിലബസ് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, അതിൽ 4 തരം വേരിയബിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. എന്തായിരിക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്? ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് വൺ whose value is given or chosen freely and which influences other variable. നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പറയുകയാണ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് Q is equal to A plus B P ആണ്. ഇവിടെ ഈ പി ആണ്. പി എന്താണ്? പ്രൈസാണ്. പ്രൈസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഈ പ്രൈസിൻ്റെ വാല്യൂ എന്ത്? നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. ഇത്രയാണ് നമ്മുടെ പ്രൈസ്, 5 രൂപയാണ് നമ്മുടെ പ്രൈസ്. എയും ബിയും എന്താണ് ഇവിടെ? കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പി മാറുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് മാറുന്നത്? ക്യൂ മാറുന്നത്. ബിക്കോസ് എയും ബിയും എന്താണ്? ഓൾറെഡി കോൺസ്റ്റൻസ് ആണ്. പി എന്താണ്? നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? പി. അതിനനുസരിച്ച് പി മാറുന്നതിനനുസരിച്ചായിരിക്കും ആര് മാറുന്നത്? ക്യൂ മാറുന്നത്. അപ്പോൾ ക്യൂ എന്താണ്? ക്യൂ ആണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കേസാണ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് വൺ whose value is given or chosen freely and which influences other variables. അതെന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ള വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? Q is equal to A plus BP. ഇവിടെ ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? P ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എയും ബിയും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് മാറപ്പെടുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് വൺ ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എക്സാമ്പിൾ Q is equal to A plus BP. ഇവിടെ Q എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. അതാണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എൻഡോജിനസ് ആൻഡ് എക്സോജിനസ് വേരിയബിളാണ്. സോ എൻഡോജിനസ് വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വേരിയബിൾ കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ അതിലൊരു എക്കണോമിക് മോഡലുണ്ട്. അപ്പം നമുക്ക് വേണ്ട ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് മോഡലിൻ്റെ അകത്തുനിന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എൻഡോജിനസ് വേരിയബിൾ എന്നും, അതിൻ്റെ പുറത്തുനിന്നാണ് മോഡലിൻ്റെ പുറത്തുനിന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എക്സോജിനസ് വേരിയബിൾ എന്നും പറയും. സോ വാട്ട് ഈസ് എൻ എൻഡോജിനസ് വേരിയബിൾ? എൻഡോജിനസ് മീൻസ് ഇൻസൈഡ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. എൻഡോജിനസ് വേരിയബിൾസ് ആർ ഡിറ്റർമൈൻഡ് വിത്തിൻ ദ എക്കണോമിക് മോഡൽ, ദാറ്റ് ഈസ് വേരിയബിൾസ് ഹൂസ് സൊല്യൂഷൻ വാല്യൂസ് വി സീക്ക് ഫ്രം ദ മോഡൽ. അതായത് നമ്മളുടെ എൻഡോജിനസ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എക്കണോമിക് മോഡലിൻ്റെ വിത്തിൻ അകത്തു നിന്നാണ് കിട്ടുന്നത്. അതായത് നമ്മളതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സൊല്യൂഷൻ വാല്യൂ നമുക്ക് അതിന് വി സീക്ക് ഫ്രം ദ മോഡൽ. ഇനി എന്താ പറയുന്നത്? എങ്ങനെയായിരിക്കും ഈ ഒരു എൻഡോജിനസ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് മോഡലിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്? ഈ എൻഡോജിനസ് വേരിയബിൾ അല്ലാത്ത കുറേ അധികം വേറെ വേരിയബിൾസ് എന്ത് ചെയ്യാനുണ്ടാവും? മോഡൽസിൻ്റെ അകത്തുണ്ടാവും. ആ ഒരു വേരിയബിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് നമുക്ക് എൻഡോജിനസ് വേരിയബിളിൻ്റെ വാല്യൂ മോഡലിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. Their values results from the interaction among variables in the system. എക്സാമ്പിളായിട്ട് എന്താ പറയുന്നത്? പ്രൈസ് ഉണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി ഇൻ എ മാർക്കറ്റ് ഇക്വിലിബ്രിയം മോഡൽ. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം മോഡൽ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന പ്രൈസ്, ക്വാണ്ടിറ്റി ഒക്കെ എന്താണ്? എൻഡോജിനസ് വേരിയബിളാണ്.
അടുത്തത് എക്സോജിനസ് വേരിയബിൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ വാല്യൂ കിട്ടുന്നത് മോഡലിൻ്റെ ഔട്ട്സൈഡിൽ നിന്നാണ്. എക്സോജിനസ് വേരിയബിൾസ് ആർ ഡിറ്റർമൈൻഡ് ഔട്ട്സൈഡ് ദ മോഡൽ ആൻഡ് ആർ ടേക്കൺ ആസ് ഗിവൺ. അതിനെ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഓൾറെഡി ആ ഒരു വാല്യൂ ആയിട്ട് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് എവിടെ നിന്ന് കിട്ടും, മോഡലിൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് കിട്ടും. വേരിയബിൾസ് ദാറ്റ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് എക്സ്റ്റേണൽ ടു ദ മോഡൽ. ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇൻസൈഡ് അല്ല, ഫോഴ്സസ് എക്സ്റ്റേണൽ ഫോഴ്സസ് കൊണ്ടാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് എക്സോജിനസ് വേരിയബിളിൻ്റെ വാല്യൂ കിട്ടുന്നത്. ആൻഡ് ഹൂസ് മാഗ്നിറ്റ്യൂഡ്സ് ആർ അക്സെപ്റ്റഡ് ആസ് ഗിവൺ ഡാറ്റ ഓൺലി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള ഡാറ്റ ആയിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ വേരിയബിൾസിനെ അതിൻ്റെ വാല്യൂസിനെ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ദേ ഇൻഫ്ലുവൻസ് ദ മോഡൽ ബട്ട് ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മോഡൽ. എക്സോജിനസ് വേരിയബിൾ നമ്മുടെ എക്കണോമിക് മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, പക്ഷേ മോഡലിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് എക്സോജിനസ് വേരിയബിൾ ചേഞ്ച് ചെയ്യില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗിവൺ ഡാറ്റ ആയിട്ട് മാത്രമേ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ എന്താണ്, ഗവൺമെൻറ് പോളിസി, വെതർ കണ്ടീഷൻ, ടാക്സ് റേറ്റ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എക്സോജിനസ് വേരിയബിൾ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻഡോജിനസ് ആൻഡ് എക്സോജിനസ് വേരിയബിൾ ആയിരുന്നു. എൻഡോജിനസ് വേരിയബിൾ എന്താണ്, endogenous variables are determined within the economic model, that is variables whose solution value we seek from the model. Their values result from interaction among variables in the system. Example, price and quantity in a market equilibrium model. Fourth one, exogenous variable. Exogenous variables are determined outside the model and are taken as given. Variables that are determined by the forces external to the model and whose magnitude are accepted as given data only. They influence the model but are not influenced by it. Example, government policy, weather conditions, tax rates, etc. അടുത്തത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. എന്താണ് ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്? ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും അതുപോലെ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് നിങ്ങളുടെ സിലബസിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുള്ളത്. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്തായിരിക്കും അപ്പം? എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ടേക്ക് ഓൺലി സ്പെസിഫിക് സെപ്പറേറ്റ് ആൻഡ് കൗണ്ടബിൾ വാല്യൂസ്. നമ്മളൊരു വേരിയബിൾ അതിനൊന്നെങ്കിലും ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് വേരിയബിൾ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കതിനെ കൗണ്ടബിൾ വാല്യൂസ് ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ദർ ആർ ഗ്യാപ്സ് ബിറ്റ്വീൻ ദ പോസിബിൾ വാല്യൂസ്. കൗണ്ടബിൾ വാല്യൂസ് ആകുമ്പോൾ ഏതൊക്കെ വാല്യൂസാണ് വരുന്നത്, അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഗ്യാപ്സ്, ഒരു യൂഷ്വൽ ഗ്യാപ്പ് ഉണ്ട്. വാല്യൂസ് ആർ യൂഷ്വലി ഹോൾ നമ്പേഴ്സ്. വി നോ വാട്ട്സ് ഹോൾ നമ്പർ, റൈറ്റ്? എന്താണ് ഹോൾ നമ്പർ? 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്ക്രീറ്റ് വേരിയബിൾ നമ്മൾ ജനറലി എന്താണ്, ഹോൾ നമ്പേഴ്സാണ്. ഫ്രാക്ഷൻസ് ഓർ ഡെസിമൽസ് ആർ നോട്ട് മീനിങ് ഇൻ മോസ്റ്റ് കേസസ്. ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ കേസസിൽ അധികം കേസുകളിലും വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഫ്രാക്ഷൻസും ഡെസിമൽസും ഒക്കെ മീനിങ് ഫുൾ ആയിട്ട് വരുള്ളൂ. ഡിസ്ക്രീറ്റ് വേരിയബിൾസിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, കൗണ്ടബിൾ വാല്യൂസ് അല്ലെങ്കിൽ സ്പെസിഫിക് അല്ലെങ്കിൽ സെപ്പറേറ്റ് വാല്യൂ ഒക്കെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെ വരാം, നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയ്ഡ് വരാം, നമ്പർ ഓഫ് മെഷീൻസ്, നമ്പർ ഓഫ് ഫേംസ് ഇൻ എ ഇൻഡസ്ട്രി. അടുത്തത് കണ്ടിന്യൂസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എപ്പോഴും ഒരു റേഞ്ചിനകത്തായിരിക്കും. റേഞ്ച് എന്ന് പറയുമ്പോൾ ഇന്നത് മുതൽ ഇന്നത് വരെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. എ കണ്ടിന്യൂസ് വേരിയബിൾ ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ എ ഗിവൺ റേഞ്ച് ഇൻക്ലൂഡിങ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾസിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഫ്രാക്ഷൻസ് വരുന്നുണ്ട്, ഡെസിമൽസ് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ വാല്യൂ എവിടെയായിരിക്കും, വിത്തിൻ എ ഗിവൺ റേഞ്ച്, തന്നിട്ടുള്ളൊരു റേഞ്ചിനകത്ത് ഏത് വാല്യൂവും എന്താവാം, നമ്മുടെ കണ്ടിന്യൂസ് വേരിയബിൾ ആവാം. അപ്പം കൗണ്ടബിൾ വാല്യൂ ആണെങ്കിൽ ആരാണ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ. കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ ഗിവൺ റേഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ ആരാണ്, continuous variable. So a continuous variable is a variable that can take any value within a given range, including fractions and decimals. No gaps between values. Values are measured, not counted. Continuous variable നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ചിലപ്പോൾ എന്താവാം, ഫ്രാക്ഷൻ ആവാം, ചിലപ്പോൾ ഡെസിമലൊക്കെ ആവാം. ആ വാല്യൂവിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, മെഷറാണ് ചെയ്യുന്നത്. കൗണ്ട് ചെയ്യുന്ന വാല്യൂ ഏതാണ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. ഇനി കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻകം, പ്രൈസ്, ഔട്ട്പുട്ട്, ടൈം, കോസ്റ്റ്, കൺസംഷൻ ഒക്കെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, കണ്ടിന്യൂസ് വേരിയബിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ പഠിച്ചു, ഡിസ്ക്രീറ്റ് വേരിയബിൾ നമ്മൾ പഠിച്ചു, കണ്ടിന്യൂസ് വേരിയബിളും നമ്മൾ പഠിച്ചു. അടുത്തത്
Discrete variables are common in counting problems and some statistical models. Discrete variables നമ്മൾ എക്കണോമിക്സിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ചില കൗണ്ടിങ് പ്രോബ്ലംസിലും അതുപോലെ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസിലുമാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾസിനെ യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് വേരിയബിൾസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ കാൽക്കുലസിലാണ്. കാൽക്കുലസ് നമുക്കറിയാം, നമ്മൾ +2 ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാവും. ഡെറിവേറ്റീവ്സും ഇൻറ്റഗ്രൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാൽക്കുലസ് എന്ന് പറയുന്നത്. കാൽക്കുലസിന് എന്ത് വേണം? കണ്ടിന്യൂറ്റി വേണം. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് വേരിയബിൾസിനെ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ എക്കണോമിക് മോഡൽസ് അസ്യൂം കണ്ടിന്യൂറ്റി ഫോർ സിംപ്ലിസിറ്റി ആൻഡ് അനലിറ്റിക്കൽ കൺവീനിയൻസ്. അപ്പോൾ നമ്മുടെ എക്കണോമിക് മോഡൽസ് മോസ്റ്റ്ലി കൺസിഡർ ചെയ്യുന്നത് ഏതായിരിക്കും? കണ്ടിന്യൂസ് വേരിയബിൾസ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് അസ്യൂംസ് കണ്ടിന്യൂറ്റി ഫോർ സിംപ്ലിസിറ്റി ആൻഡ് അനലിറ്റിക്കൽ കൺവീനിയൻസ്. സോ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് വേരിയബിൾസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പറഞ്ഞു, എൻഡോജിനസ് ആൻഡ് എക്സോജിനസ് വേരിയബിൾ പറഞ്ഞു, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ പറഞ്ഞു. ഇവിടെ ഈ നമ്പർ തെറ്റിപ്പോയതാണ് 3, 4 എന്നിട്ടത്. അത് നിങ്ങൾ 5, 6 എന്നിട്ടോളുക. അടുത്തത് വേരിയബിൾസ് ഇൻ ഫങ്ഷണൽ ഫോം. ഇൻ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് റിലേഷൻഷിപ്സ് ആർ ഓഫൺ എക്സ്പ്രസ്ഡ് ആസ് ഫങ്ഷൻസ്. നമ്മുടെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ നമ്മൾ വേരിയബിൾസിനെ ഇക്വേഷനായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഫങ്ഷണൽ ഫോമിലാണ് അതിനെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു f ഓഫ് x. അതിന് നമ്മളെങ്ങനെ വായിക്കും? y ഈസ് എ ഫങ്ഷൻ ഓഫ് x എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ നേരത്തെ നമ്മൾ പറഞ്ഞു എപ്പോഴും അതിനെ ഇക്വേഷൻ ഫോം തരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, y ഈസ് ഈക്വൽ ടു f ഓഫ് x. അപ്പോൾ ഇതിൽ 2 വേരിയബിൾസ് ഉണ്ട്. y ഒരു വേരിയബിളാണ്, x ഒരു വേരിയബിളാണ്. എപ്പോഴും നമ്മുടെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ലെഫ്റ്റ് സൈഡിലുള്ളത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആയിരിക്കും. ഇവിടെ ഏതാ റൈറ്റ് സൈഡിലുള്ളത്? x. അപ്പോൾ x ആണ് എന്ത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഏതാ? y. അപ്പോൾ y ആണെന്ത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ദിസ് ഷോസ് ഹൗ ചേഞ്ചസ് ഇൻ എക്സ് ലീഡ് ടു ചേഞ്ചസ് ഇൻ വൈ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ചേഞ്ചസിനനുസരിച്ചാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത്. അതായത് എക്സ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈ മാറുള്ളൂ, അല്ലാണ്ട് വൈ ഒറ്റക്ക് മാറില്ല. ഓക്കെ, ഇനി വൈ മാറുമ്പോൾ എക്സ് മാറുമോ? ഇല്ല, അങ്ങനെ ഒരു റിലേഷനേ ഇല്ല. എക്സ് ആണ് എന്ത് ചെയ്യുന്നത്? വൈയിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത്. എക്സ് ആണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന വേരിയബിൾ. അതിനനുസരിച്ചാണ് ആര് മാറുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ടുള്ള വൈ മാറിക്കൊണ്ടിരിക്കുന്നത്. എക്സ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. സോ ഇത്രയാണ് വേരിയബിൾസിനെ കുറിച്ച് പറയാനുള്ളത്.